വായാടിയായ മുയലിന്റെ കഥയാണ് ഞാനിവിടെ പറയുന്നത്. പണ്ടുപണ്ടൊരിടത്ത് ഒരു കാട്ടിലായി നിരവധി മൃഗങ്ങൾ വസിച്ചിരുന്നു. ഒരിക്കൽ കാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി മൃഗങ്ങളെല്ലാം ഒത്തുകൂടി. സിംഹം, മാൻ, ആന, കരടി, പുലി, കടുവ, മുയൽ എന്നുവേണ്ട എല്ലാ മൃഗങ്ങളും അതിലുണ്ടായിരുന്നു. ഓരോരോ മൃഗങ്ങളായി വന്നു അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതെല്ലാം കേട്ടു തന്റെ അവസരവും കാത്തൊരു മുയൽ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ക്ഷമയോടെ തന്നെ തന്റെ ഊഴവും പ്രതീക്ഷിച്ചിരുന്നു. അവസാനം തന്റെ അവസരമെത്തിയതും മുയൽ ദീർഘമായൊരു പ്രഭാഷണം തന്നെ നടത്തി. സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനു വേണ്ടിയാണ്. കാട്ടിലെ കാലഹരണപ്പെട്ട നിയമസംഹിത മാറ്റിയെഴുതേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ശക്തിയുള്ള മൃഗങ്ങൾ ദുർബലനായ മൃഗങ്ങളെ നിഷ്കരുണം വേട്ടയാടുകയാണ്. ഇത് അരാജകത്വവും അനീതിയുമാണ്. ജീവിക്കാനുള്ള തുല്യ അവകാശം എല്ലാവർക്കുമുണ്ട്. അതിവിടെ നിഷേധിക്കപ്പെടുകയാണ്. നമ്മൾ ഇതിനെതിരെ ശക്തമായി പോരാടണം. വിപ്ലവങ്ങളിലൂടെ മാത്രമേ ഈ ലോകത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും വൈകാൻ പാടില്ല. നമ്മൾ എത്രയും വേഗം വിപ്ലവത്തിനായി തയ്യാറെടുക്കേണ്ടതുണ്ട്. കാണികളായിരുന്ന മൃഗങ്ങളെല്ലാം മുയലിന്റെ പ്രസംഗം കേട്ടിരുന്നു. എന്നാൽ മുൻനിരയിലിരുന്ന സിംഹം മാത്രം പ്രസംഗം കേട്ട് കൈയടിക്കാൻ തുടങ്ങി. ഇതുകണ്ട് മുയലും മറ്റു മൃഗങ്ങളും അത്ഭുതപ്പെട്ടു. തുടർന്ന് സിംഹം മുയലിനോടായി ചോദിച്ചു, ശക്തിയുള്ള മൃഗങ്ങൾക്കെതിരെ വിപ്ലവം നടത്തണം എന്ന നിന്റെ ആശയം വളരെ നല്ലതാണ്. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, മൂർച്ചയുള്ള ദംഷ്ട്രകളും കൂർത്ത നഖങ്ങളും നിങ്ങളെക്കാളും ശക്തിയുമുള്ള മൃഗങ്ങൾക്കെതിരെ നിങ്ങളെങ്ങനെയാണ് വിപ്ലവം നടത്താൻ പോകുന്നത്? നിങ്ങൾ അവർക്കെതിരെ എന്തായുധമാണ് ഉപയോഗിക്കാൻ പോകുന്നത്? ഇതൊക്കെ അറിയാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. അതും കൂടി പറയാമോ? സിംഹത്തിന്റെ ചോദ്യം കേട്ടതും മുയൽ ഉത്തരം കിട്ടാതെ പരിഭ്രമിച്ചു. അവളുടെ ധീരമായ വാക്കുകൾക്ക് പിന്നിൽ യാഥാർത്ഥ്യത്തെ നേരിടാനുള്ള ഒരു പദ്ധതിയും ശക്തിയുമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അവൾ നാണിച്ച് തല താഴ്ത്തി നിന്നു. കൂട്ടുകാരെ, ഇതിൽ നിന്നും എന്തു മനസ്സിലായി? പ്രാവർത്തികമല്ലാത്ത വാക്കുകൾ വെറും ശബ്ദങ്ങളാണ്. യഥാർത്ഥ ധീരതയെന്നത് പ്രഭാഷണങ്ങളല്ല, സാധ്യമായത് ചെയ്യുക എന്നതിലാണ് കാര്യം.